ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു പഴയകാല കർഷകനാണ്. കർഷക സംഘത്തിൻ്റെ ആളാണ്. നല്ല കർഷകനാണ്. പച്ചക്കറിക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഞങ്ങളും അപ്പുട്ടാറിനും കൂടെയൊക്കെ വാഴയൊക്കെ വെച്ചതാണ്. നല്ല വാഴക്കൊലൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവർക്ക് ഒരു പഞ്ചായത്തിൽ നിന്ന് വരെ ആരും ഒരു കർഷകനെ അപേക്ഷിച്ചിട്ട് ഒരു പഞ്ചായത്ത് നല്ല കർഷകനായിട്ട് തിരഞ്ഞെടുക്കാൻ അത് ഏറ്റവും വലിയൊരു മനസ്സിനൊരു സന്തോഷം. അല്ലാണ്ട് ഞങ്ങൾക്ക് ഈ കൃഷി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഓവർ ലാഭങ്ങളൊന്നും കിട്ടില്ല. ശരിയല്ലേ? നമ്മളൊരു തടി നമ്മള് ലാഭം നോക്കിയിട്ടല്ല സമയം വരുമ്പോ കൃഷി ഉണ്ടാക്കാൻ തോന്നുകയാണ്. അപ്പൊ നമുക്ക് ആ സമയമാകുമ്പോ ആ കൃഷി ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പൊറുതിയിടാണ്ടാകും കൃഷിനെ പഠിച്ചിട്ട്. പക്ഷെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അത് എടുത്താൽ നല്ല നല്ലൊരു കർഷകനാണ്. അപ്പോൾ ഇങ്ങനത്തെ കർഷകരൊക്കെ നമ്മളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കണം. അവർ ഇത് കണ്ടിട്ട് ഇവർ ഉണ്ടാക്കണം കണ്ടിട്ട് മറ്റുള്ള കർഷകരും കൂടെ ഇതിലേക്ക് വരണം. അല്ലേ വേണ്ടേ? എന്ന് പറഞ്ഞു. ഞാനേ ഇതിപ്പം എല്ലാവരും കൃഷിക്കാരിപ്പം എന്താ ചെയ്യുന്നത്, ഈ പടവൽ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ ആളെ കാണരുത് വെച്ചിട്ട് മറക്കും. ഞാനത് ചെയ്യണം, ഓപ്പണായി കിടക്കുക. ഇത് കണ്ടിട്ട് ആരെങ്കിലും രണ്ടിടം കുഴിച്ചിട്ടെ അതിനെൻ്റെ വീട്ടിലെ ആവശ്യത്തിന് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവർക്കും ഞാൻ പ്രോത്സാഹിപ്പിക്കുക. വിത്ത് കൊടുക്കും, കുരു കൊടുക്കും. ഇപ്പം വെണ്ടേൻ്റെ കുരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നാടൻ വെണ്ടേൻ്റെ കുരുണ്ട്, കായ ഒന്നായിട്ട്. ആവശ്യക്കാർ ചോദിച്ചു വന്നാൽ പിന്നെ ആൾക്കാർക്ക് ഇതിന് താല്പര്യമില്ല. അതാണ് പ്രോഫിറ്റബിൾ അല്ല, ലാഭമല്ല. വെച്ചാൽ ലാഭം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ 2-3 മാസത്തെ കൃഷിയാണ്. ഈ പച്ചക്കറി ലാഭം കിട്ടൂല. അത് ഇമ്പളെ ഒരു ഏർപ്പാട്. നേരം വെളുത്തുമ്പോഴേക്ക് വൈകുന്നേരം ആ കൃഷിയിലേക്ക് ഇങ്ങോട്ട് തോട്ടത്തിലേക്ക് കൊണ്ട് വരുമ്പോ അതിന്റെ ആ കൃഷിനായിട്ട് ഒരു പരിചരിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ അതൊരു രസം വേറെയാണ്. അതല്ലാതെ ഇപ്പൊ ഒരു 250 വേണ്ട തക്കാളിയൊക്കെ ഇപ്പൊ ഒരു 50 ഉറുപ്പ്യ മാർക്കറ്റിൽ പോയാൽ കിട്ടും. അതല്ലല്ലോ രസം. നമ്മളുണ്ടാക്കി ഒരു സുഖം, അതിന്റെ സുഖം അറിഞ്ഞ ആൾക്കാർ അങ്ങനെ ഉണ്ടാക്കി പോകും. അതിന് താല്പര്യമുള്ളവരുണ്ട്. ഞാനൊക്കെ